ഹലോ മക്കളെ. അപ്പൊ എല്ലാവർക്കും HSA നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. HSA നാച്ചുറൽ സയൻസിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് ഈ ചാനലിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മക്കൾ എല്ലാവരും എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും പഠിച്ചു തുടങ്ങുക. നമ്മുടെ ക്ലാസ്സസ് ഫ്രം ദ ബിഗിനിങ് തൊട്ട് കാണുക. മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ ചാനലിന്റെ ഈ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ നിങ്ങൾക്ക് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രണ്ടാമത്തെ സെറ്റ് നോട്ടും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ക്ലാസ് കണ്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് മനസ്സിലാവുന്നത് എന്ന് എനിക്കറിയാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ കമന്റ് ബോക്സ്. അപ്പം എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ക്ലാസ്സസ് കണ്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന്. നമ്മൾ സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിന്റെ 3 ക്ലാസ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രോസോവ, സ്കൈഫോസോവ ആൻഡ് ആന്തോസോവ. 3 ക്ലാസ്സസ് ആണ് വരുന്നത്. ഈ സിലിൻഡ്രേറ്റ ഫൈലത്തിന്റെ 3 ക്ലാസ്സസിൽ നമ്മൾ ഇതുവരെ പഠിച്ചു തീർത്തത് ഹൈഡ്രോസോവ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾ ഒബീലിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സ്കൈഫോസോവ നമ്മൾ ഇന്നലെ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾ ഒറീലിയ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ് ആണ് ആന്തോസോവ. അതിന്റെ എക്സാമ്പിൾ സി അനിമോൺ ആണ്. ഓക്കെ, ആന്തോസോവ എന്ന് പറയുന്ന അടുത്ത ക്ലാസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു കാര്യം കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പോളിമോർഫിസം ഇൻ സിലിണ്ടറേറ്റ എന്ന് പറയുന്ന ടോപ്പിക് കൂടി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ആന്തോസോവ, സി അനിമോൺ. ഈ ഇമേജിൽ കാണുന്ന കണ്ടോ മക്കളെ? ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുക, സി അനിമോൺ എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഏത് സ്റ്റേജ് ആണ് ഇതിൽ ഡോമിനന്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. പൊളിപ്പാണോ മെഡൂസയാണോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് പറയാം. പൊളിപ്പാണോ മെഡൂസയാണോ മക്കളെ ഇതിൽ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്? യെസ്, പൊളിപ്പാണ് അല്ലേ? യെസ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ് നമുക്ക് ഇതിൽ എടുത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ. ഇതും നമ്മുടെ ഈ പറയുന്ന ആന്തോസോവയിലെ സിയാനിമന്റെ തന്നെ ടെന്റക്കിൾസ് ആണ് കേട്ടോ. ടെന്റക്കിൾസിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ക്ലൗൺ ഫിഷ് ഓടി കളിക്കുന്ന ഇമേജ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ആന്തോസോവ? ആന്തോസോവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ എക്സാമ്പിൾ സി അനിമോൺ എന്താണ്? എത്രയാണെന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ സി അനിമോൺ അല്ലെങ്കിൽ കടൽ അനിമോണുകൾ, പവിഴപ്പുറ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കിക്കോളൂ. കടൽ അനിമോണുകള്, പവിഴപ്പുറ്റുകൾ, കോറൽ റീഫ്സ്, കടൽ പേനകള് തുടങ്ങിയ സമുദ്രത്തിലെ അകശേരുക്കൾ, അതായത് ഇൻവേർട്ടിബ്രേറ്റ്സ് ഉൾപ്പെടുന്ന നൈഡേറിയ ഫൈലത്തിലെ ഒരു ക്ലാസ് ആണ് എന്തെന്ന് പറയാ, ആന്തോസോവ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, എന്താണ് ആന്തോസോവ എന്ന് പറയുന്ന ക്ലാസ്? കടൽ അനിമോണുകള്, പവിഴപ്പുറ്റുകള്, കടൽ പേനകള്, സമുദ്രത്തിലെ ഇങ്ങനെയുള്ള മറ്റ് അകശേരുക്കൾ, ഇൻവേർട്ടിബ്രേറ്റ്സ് ഉൾപ്പെടുന്ന നൈഡേറിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയുന്ന ഫൈലത്തിലെ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലെ, എല്ലാം ഒരു ഫൈലം തന്നെയാണ് കേട്ടോ, ഇതിലെ ഒരു ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്, ആന്തോസോവ എന്ന് പറയുന്നത്. ഓർക്കുക, മറ്റ് നൈഡേറിയയിൽ നിന്ന് വ്യത്യസ്തമായി ആന്തോസോവകൾക്ക് അവരുടെ ജീവിതചക്രത്തിൽ മെഡുസ ഘട്ടമില്ല. ഓക്കെ, ടീച്ചർ ആദ്യം ആ ഇമേജ് കാണിച്ചിട്ട് ചോദിച്ചില്ലേ ഇതിൽ ഏതാണ് പ്രോമിനന്റ് സ്റ്റേജ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഏതാണ്? പൊളിപ്പാണ്. അപ്പൊ ഇവരുടെ കേസിൽ പറയുകയാണെങ്കിൽ, ആന്തോസോവയിലെ സി അനിമോണിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ, ഇവർക്ക് മെഡൂസ ഘട്ടം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവർ എപ്പോഴും ഈ പറയുന്ന പോളിപ്പ്, അതായത് ഒരു സബ്സ്ട്രേറ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ ഈ ഒരു ഘട്ടമായിരിക്കും അവരുടെ ബോഡിയിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് പറയുക. അപ്പൊ മെഡൂസ എന്ന് പറയുന്ന ഘട്ടം ഒഴുകി നടക്കുന്ന, ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് സ്വതന്ത്രമായി നീന്തി നടക്കുന്ന ജെല്ലി ഫിഷിന് ഉള്ളതുപോലുള്ള മെഡൂസ ഘട്ടം ഇവർക്ക് ഉണ്ടോ? ആന്തോസോവകൾക്ക് പൊതുവെ ഇല്ല. അവ പൊളിപ്പ് രൂപത്തിൽ മാത്രമായി നിലനിൽക്കുന്നു. ഏത് രൂപത്തിലാണ് മക്കളെ കൂടുതലായിട്ട് കാണപ്പെടുക? പോളിപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ മാത്രമാണെന്നാണ് പറയുക. ഇനി ആന്തോസോവകൾക്ക് വ്യാസാർത്ഥ സമമിതിയാണുള്ളത്. എന്തായിരുന്നു വ്യാസാർത്ഥ സമമിതി എന്നൊരു കുട്ടികൾ ഓർക്കുന്നുണ്ടാവും. കേക്ക് കട്ട് ചെയ്യുന്നത് മനസ്സിൽ വരിക. വ്യാസാർത്ഥ സമമിതിയാണ് ഇവയ്ക്കുള്ളത്. അതായത് നടുക്കിൽ കേന്ദ്രത്തിൽ കൂടെ പോകുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ഏതൊരു രേഖയും അതിനെ 2 ഈക്വൽ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് എങ്കിൽ അതിനെ വ്യാസാർത്ഥ സമമിതി എന്ന് പറയാം. സോ ഈ ആന്തോസോവയ്ക്ക് എന്ത് സമമിതിയാണുള്ളത്? എന്ത് സിമെട്രിയാണ് മക്കളെ ഉള്ളത്? റേഡിയൽ സിമെട്രി അല്ലെങ്കിൽ വ്യാസാർത്ഥ സമമിതിയാണുള്ളത്. ഇനി ഇവരുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ടെന്റക്കിളാൽ ചുറ്റപ്പെട്ട ഒരു വായ ഇതിനുണ്ട്. മക്കളെ, ഈ ഇമേജ് കണ്ടോ? ഇതാണ് മക്കളെ എന്തെന്ന് പറയാ? ടെന്റക്കിൾസ് എന്ന് പറയാ. ടെന്റക്കിൾസ് നമ്മൾ പറഞ്ഞില്ലേ, ഫൈലം സിലിൻഡ്രേറ്റയുടെ ഒരു പ്രത്യേകതയാണ് ഈ ടെന്റക്കിൾസിൽ ആരാ ഉള്ളത്? ആ
കുത്താനുള്ള സെല്ലുകൾ ഉണ്ട്. അതായത് നെമറ്റോസൈറ്റുകൾ ഇതിലുണ്ട് എന്നാണ് നമ്മൾ പറയുക. സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ടെന്നാണ് പറയുക. സോ ഇവിടെ നമ്മൾ പറയുന്നത് ടെന്റക്കിളുകളാൽ ചുറ്റപ്പെട്ട, അതായത് ടെന്റക്കിളുകളോട് കൂടിയ അല്ലെങ്കിൽ അവയാൽ ചുറ്റപ്പെട്ട ഒരു വായ ഇതിനുണ്ട്. മക്കൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് ഇതിന്റെ മൗത്ത് എന്ന് പറയുന്നത്. മൗത്ത്, ഓക്കെ, ഇതാണ് ടെന്റക്കിൾസ്, ഇതെല്ലാം ടെന്റക്കിൾസ്. ഈ ടെന്റക്കിളിനാൽ ചുറ്റപ്പെട്ട ഒരു മൗത്ത് ഇതിനുണ്ട് എന്നാണ് പറയുക. ഒരു മൗത്ത് ഇതിന് ഉണ്ട് എന്നാണ് പറയുക. കണ്ടോ, ഇവിടെ ആ മൗത്ത് ഉണ്ട്. നമുക്ക് ഈ ഒരു ഇമേജിൽ അത് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പൊ മൗത്ത് ഇതിനുണ്ട് എന്നാണ് പറയുക. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഹൈഡ്രോസോവയും അതുപോലെ സ്കൈഫോസോവയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തങ്ങ് പഠിച്ചു വിട്ടാൽ മതി. ക്ലാസ്സുകൾ അതിന്റെ ഞാൻ പ്രോപ്പർ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ഒരേ ഓർഡറിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതുവരെ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. ഒന്നാമത് തൊട്ട് ആദ്യത്തെ തൊട്ട് ക്ലാസ് കാണുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. ഞാൻ അത്രമേൽ നമ്മുടെ സിലബസിലെ ഓരോ പോയിന്റും തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം ക്ലാസ്സസ് കാണുക. സോ ടെന്റക്കിളാൽ ചുറ്റപ്പെട്ട ഒരു വായ ഇതിനുണ്ട് എന്നാണ് പറയുക. ഇനി പൊളിപ്പ് മെഡുസ ഘട്ടങ്ങളുള്ള മറ്റ് നിഡേറിയന്മാരിൽ നിന്നും വ്യത്യസ്തമായി ആന്തോസോവകൾ അവരുടെ ജീവിതചക്രത്തിൽ ഉടനീളം പൊളിപ്പ് രൂപം മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ. ഇതിപ്പോ ടീച്ചർ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. മറ്റുള്ള നിഡേറിയൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ പൊളിപ്പും മെഡുസ ഘട്ടം ഉണ്ടായിരിക്കും. അവിടെ എന്തുണ്ടാവും? പൊളിപ്പും ഉണ്ടാവും, മെഡുസ ഘട്ടം ഉണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് ഈ ആന്തോസോവകൾ വ്യത്യസ്തമാണ്. എങ്ങനെയാണ്? ഇവരുടെ ജീവിത ചക്രത്തിൽ, അതായത് ഇവരുടെ ലൈഫ് സൈക്കിളിലൂടെ നിങ്ങൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പൊളിപ്പ് രൂപം മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക. പൊളിപ്പ് സാധാരണ സെസൈലാണ് മക്കളെ. പൊളിപ്പിന്റെ പ്രത്യേകതയാണ് ഇവൻ എന്താണ് പൊളിപ്പ് എങ്ങനെയാണ്? സാധാരണയായി സെസൈലാണ്. സെസൈൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. ഈ ഇമേജിൽ അത് വളരെ ക്ലിയർ ആ. കണ്ടോ, ഈ ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് കണ്ടോ? യെസ്, ഈ ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ചല്ലേ വളരുന്നത്. അതാണ് ഇവിടെ നമ്മൾ പറയുക. ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ സെസൈൽ എന്ന് പറയാ. സെസൈൽ, ഓക്കെ. ഇത് ബഡ്ഡിങ്ങിലൂടെ അലൈംഗികമായും ഗ്യാമീറ്റുകൾ പുറത്തുവിടുന്നതിലൂടെ ലൈംഗികമായും പ്രത്യുൽപാദനം നടത്തുന്നു. ഇനി പൊളിപ്പിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അല്ലെങ്കിൽ പൊളിപ്പിന്റെ അല്ല, ഈ പറയുന്ന ആന്തോസോവകളുടെ പ്രത്യേകത എങ്ങനെയാണ്? അവർ മെയിൻ ആയിട്ട് ബഡ്ഡിങ്ങിലൂടെയാണ് അലൈംഗിക റിപ്രൊഡക്ഷൻ നടത്തുക. അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇവിടെ ബഡ്ഡിംഗ് ആണ് വരുന്നത് കേട്ടോ. ബഡ്ഡിംഗ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഇപ്പൊ ബഡ്ഡിംഗ്, സപ്പോസ് ഞാനൊരു ബഡ്ഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഇതിപ്പം ഒരു ഇതാന്ന് വിചാരിക്കട്ടെ, ഇതാണ്, യെസ്, ഇത് ഹൈഡ്ര എന്ന് വിചാരിക്കട്ടെ. ഹൈഡ്ര ബഡ് ഫോം ചെയ്യും. ആദ്യം പാരന്റ് ബോഡിയിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ബഡ് ഫോം ചെയ്യും. എന്നിട്ട് അടുത്ത അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാമോ? ആ ബഡ് പതിയെ വലുതാവും. ആ ബഡ് നമ്മുടെ പാരന്റിനെ പോലെ തന്നെ വലുതാവും. ഈ ബഡ് കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് ആയി കഴിയുമ്പം ആ ബഡ് പിന്നെ എന്ത് ചെയ്യും? പാരന്റിന്റെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കുഞ്ഞ് അടുത്ത ഡോട്ടർ സെല്ലായിട്ട് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ആയിട്ട് അത് വളർന്നു വരും. ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഹൈഡ്രയുടെ ബഡ്ഡിങ് ആണ്. ഇതുപോലെ തന്നെ ബഡ്ഡിങ് ആണ് എവിടെ നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്? നമ്മളുടെ ഈ പറയുന്ന ആന്തോസോവയിൽ നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ബഡ്ഡിങ് വഴി, അത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്, അലൈംഗിക പ്രത്യുൽപാദനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ബഡ്ഡിങ് വഴി അലൈംഗിക റീപ്രൊഡക്ഷനും പിന്നെ ഗ്യാമീറ്റുകൾ പുറത്തുവിടുന്നതിലൂടെ, ഗ്യാമീറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെൺ ഗ്യാമീറ്റ് എന്താണ്? എഗ് ആണ് അല്ലേ? യെസ്, അണ്ടമാണ്. ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എഗ് ആണ്. മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുംബീജം അല്ലെങ്കിൽ സ്പേം ആണ്. അത് പുറത്തു വിടുന്നതിലൂടെ ഇവര് ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. പക്ഷെ പ്രോമിനന്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും പോളിപ്പിന്റെ സ്റ്റേജ് ആണ്. അത് ഓർത്തിരിക്കുക. ഇനി ആന്തോസോവകൾ എന്ന് പറയുന്നവരുടെ വേറൊരു പ്രത്യേകതയാണ് മക്കളെ, ഇവര് കാർണിവോസ് ആണ്, മാംസഭോജികളാണ്. ഓക്കെ, ഇവര് നമ്മുടെ ഇതിൽ തന്നെ കാണുന്ന, വാട്ടറിൽ കാണുന്ന ചെറിയ ഫിഷുകളെ കഴിക്കുന്നവരുണ്ട് ഈ ആന്തോസോവകൾ. അതുപോലെ മറ്റു ഓർഗാനിസത്തിനെയൊക്കെയാണ് ഇവര് കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ മാംസഭോജികളാണ്. ഇവരെന്ന് പറയുന്നത് കാർണിവോസ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഇവയുടെ ടെന്റക്കിൾ ഉപയോഗിച്ചാണ് ഇവർ ഇരയെ പിടിക്കുന്നത്. ഈ കാണുന്ന ടെന്റക്കിൾ ഇല്ലേ മക്കളെ, ഈ കാണുന്ന ടെന്റക്കിൾസ്, യെസ്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവര് പ്രേനെ പിടിക്കുന്നത്, ഇരയെ പിടിക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ടെന്റക്കിളിന്റെ ഉപയോഗം എന്താണ്? ഇരകളെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്ഷണം ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് ഓർത്തിരിക്കുക. ഇനി ഓറൽ ഡിസ്കിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വായ ദഹനം നടക്കുന്ന ഒരു ഗ്യാസ്ട്രോവസ്കുലർ അറയിലേക്ക് തുറക്കുന്നു. അതായത് ഓറൽ ഡിസ്കിന്റെ മധ്യത്തിൽ, ഇതാണ് ഓറൽ ഡിസ്ക്, ഈ ടീച്ചറി വരക്കുന്നത് കണ്ടോ, ഇതാണ് ഓറൽ ഡിസ്ക്. അതിന്റെ നടുക്കല്ലേ ഈ കാണുന്ന മൗത്ത് ഉള്ളത്, ഈ കാണുന്ന മൗത്ത് ഉള്ളത്. യെസ്, സോ ആ മൗത്ത് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നേ? ഈ നടുക്കൊരു ക്യാവിറ്റി ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു തന്നില്ലേ? ആ ക്യാവിറ്റിനെ നമ്മൾ എന്തെന്ന് പറയുക? ഗ്യാസ്ട്രോവസ്കുലർ ക്യാവിറ്റി. അതിലേക്കാണ് ഈ പറയുന്ന മൗത്ത് ഓപ്പൺ ചെയ്ത് ചെല്ലുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഗ്യാസ്ട്രോവസ്കുലർ ക്യാവിറ്റിക്ക് സിലിണ്ടറേറ്റഡ്
സവിശേഷതയിൽ നമ്മൾ എടുത്ത് പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ബേസൽ ഡിസ്ക്, അതായത് ഇത് ആ പറയുന്ന പ്രതലത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം, ബേസൽ ഡിസ്ക് പാറകള്, മണൽ പോലുള്ള ഒരു ഉപരിതലവുമായി കടൽ അനിമോണിനെ ബന്ധിപ്പിക്കുന്നു. അതായത് ഇവിടെയാ പറയാ, കണ്ടോ, ഇതാണ് ബേസൽ ഡിസ്ക് എന്ന് പറയാ. ഈ കാണുന്നത് ഓറൽ ഡിസ്ക്, മൗത്തിന്റെ ഭാഗത്തുള്ളത് ബേസൽ ഡിസ്ക്. ഈ കാണുന്നതാണ് ബേസൽ ഡിസ്ക്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആണ്, കണ്ടോ, ബേസൽ ഡിസ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കണ്ടോ. ഏതെങ്കിലും വസ്തുക്കളോട് പറ്റിപ്പിടിച്ച് വളരുമ്പോൾ അതിനെ പറ്റിപ്പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് ബേസൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കുട്ടികള്, ബേസൽ ഡിസ്ക്. ഓക്കെ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും വിളിക്കാം, പെഡൽ ഡിസ്ക് എന്നും വിളിക്കാം. ഓക്കെ, ഇനി കടൽ അനിമോണുകൾ മാംസഭോജികളാണ്. നമ്മള് ആന്തോസോവയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴാണ് മാംസഭോജികൾ എന്ന് പറയുന്നത്. ഈ ആന്തോസോവയിലെ തന്നെ എക്സാമ്പിൾ ആണ് കടൽ അനിമോണുകൾ, സീ അനിമോണുകൾ എന്ന് പറയുന്നത്. അവരും എന്ത് തന്നെയാണ്? മാംസഭോജികളാണ്. ഓർത്തിരിക്കുക. പ്രാഥമികമായി ഇവർ ആരെയാ കഴിക്കുന്നത്? ചെറിയ മത്സ്യങ്ങളെ, പ്ലാങ്ടണുകളെ, അകശേരുക്കൾ, ഇൻവെർട്ടിബ്രേറ്റ്സിനെയൊക്കെയാണ് ഇവര് ഭക്ഷണമാക്കുന്നത്. അതുപോലെ ഇരയെ ടെന്റക്കിളുകൾ പിടിച്ചെടുക്കുകയും നെമറ്റോസിസ്റ്റുകൾ അവയെ നിശ്ചലമാക്കുകയും തുടർന്ന് കഴിക്കുന്നതിനായി വായിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവരെ എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? ഇരയെ ടെന്റക്കിളുകൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവരുടെ ഫുഡിനെ ക്യാച്ച് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് നെമറ്റോസിസ്റ്റുകൾ ഉണ്ടല്ലോ, ആ സ്റ്റിങ്ങിങ് സെൽസ്, കുത്തുന്ന സെല്ലുകൾ ഉണ്ടായിരുന്നല്ലോ, കോശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യും? ആ ഇരയെ നിശ്ചലമാക്കി വെക്കും. എന്നിട്ട് അതിനെ വായുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. ഇനി ഇവരുടെ ചില സ്പീഷീസുകൾ അവയുടെ ടിഷ്യൂകൾക്കുള്ളിലെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പോഷകങ്ങൾ നൽകുന്ന സിംബയോട്ടിക് ആൽഗകളെ പാർപ്പിക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? ഇവരുടെ തന്നെ ചിലവരുടെ ബോഡിയുടെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റും? ഇവരുടെ ടിഷ്യൂസിന്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റുന്ന പറയുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആൽഗകളെ കാണാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് സിംബയോട്ടിക് റിലേഷൻ എന്നാണ് പറയാൻ പറ്റുക. സിംബയോട്ടിക് എന്ന് പറഞ്ഞ മക്കളെ, രണ്ട് കൂട്ടർക്കും ഗുണമുള്ള റിലേഷൻഷിപ്പിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഓക്കെ, രണ്ട് കൂട്ടർക്കും ഗുണം ഉണ്ടാവും. ഇപ്പൊ ആൽഗകളെ ഈ സീ അനിമോൺ താമസിപ്പിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന സീ അനിമോണിന് എന്ത് കിട്ടുന്നു? പോഷകങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? യെസ്, പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. ആൽഗേനെ സംബന്ധിച്ച് അവർക്ക് താമസിക്കാൻ ഒരിടം, ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം മ്യൂച്വലി ബെനഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഗുഡ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെയുള്ള റിലേഷൻ കാണിക്കുന്നുണ്ട് എന്നാണ് പറയാ. സ്കൂസ് ആന്തല്ലി അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ പറയുന്നത് ചില കടൽ അനിമോണുകൾക്ക് മറ്റ് സമുദ്ര ജീവികളുമായി സഹജീവി ബന്ധമുണ്ട്. അതായത് ഈ പറയുന്ന സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആൽഗയോട് മാത്രമല്ല, അല്ലാതെയും സീ അനിമോൺ മറ്റുള്ളവരുമായിട്ടും പുലർത്താറുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക, സഹജീവി ബന്ധം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിനൊരു ഉദാഹരണമാണ് ചിലയിനം ക്ലൗൺ ഫിഷുകൾ അനിമോണുകളുടെ ടെന്റകൾക്കിടയിൽ വസിക്കുന്നു. ക്ലൗൺ ഫിഷുകൾ എവിടെയാണ് താമസിക്കുന്നത്? ഈ സീ അനിമോണുകളുടെ ടെന്റക്കിളുകൾക്കിടയിൽ വസിക്കുന്നു. ഈ ഒരു ഇമേജ് കുട്ടികൾ കണ്ടത് ഓർമ്മയുണ്ടോ? നോക്കിക്കേ, കണ്ടോ, ക്ലൗൺ ഫിഷുകൾ എവിടെയാ താമസിക്കുന്നത്? ഈ പറയുന്ന ടെന്റക്കിൾസിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന ക്ലൗൺ ഫിഷുകൾ താമസിക്കുന്നത്. ഇങ്ങനെ താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഇവർക്ക് ഉണ്ടാവുമോ? എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ക്ലൗൺ ഫിഷ് ഇതിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ വാട്ടർ കറന്റ് കിട്ടുന്നത് കൊണ്ട് ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന സിലിണ്ടറേറ്റയുടെ ഈ പറയുന്ന ടെന്റക്കിൾസിന്റെ, ഓക്കെ, ഈ ആന്തോസോവയുടെ ഈ സീ അനിമോന്റെ ടെന്റക്കിൾസിന്റെ വാട്ടർ സർക്കുലേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. അതായത് മീനുകൾ കടന്നു പോകുമ്പോൾ വെള്ളം അതിൽ കടന്ന് വാട്ടർ കറന്റ് മേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഈ മീനുകൾ കഴിച്ചിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ പറയുന്ന ടെന്റക്കിൾസ് ഉപയോഗിച്ച് ഇവർക്ക് ഭക്ഷണമാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം രണ്ട് കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഈ പറയുന്ന ആന്തോസോവയ്ക്ക് എന്താണ് വാട്ടർ കറന്റ് അതിലൂടെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ മത്സ്യത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ചംക്രമണം, അതായത് വാട്ടർ കറന്റ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുക. ഇനി ഈ മീനുകൾക്ക് എന്താണ് ഉപയോഗം? ഈ പറയുന്ന ആന്തോസോവയുടെ ഉള്ളിൽ കൂടെ നടക്കുന്നതുകൊണ്ട്, ഈ ടെന്റക്കിൾസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്, സീ അനിമോന്റെ ടെന്റക്കിൾസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്, ഈ പറയുന്ന മീനുകൾക്ക് എന്താണ് നേട്ടം? ഇവർക്ക് എന്താന്ന് വെക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് രക്ഷ നേടാം. ഇരപിടിയന്മാരുണ്ടല്ലോ, ഇവരെ പിടിക്കാൻ വരുന്ന വലിയ വലിയ മീനുകളിൽ നിന്ന് ഇവർക്ക് വേഗം രക്ഷ നേടാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, നമ്മളെ ആരെങ്കിലും ഓടിക്കുകയാണ്, നമ്മൾ ഓടി ഒളിക്കില്ലേ? അത് തന്നെയാണ് ഇവരും ചെയ്യുക. ഓടി വന്ന് ഇതിന്റെ ഇടയിൽ ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. അപ്പൊ സേഫ് അല്ലേ? ആരും കാണത്തില്ല. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സഹജീവി ബന്ധം അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഓർമ്മിച്ചിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി
അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. സിലിണ്ടറേറ്റിലെ പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം എന്ന് കുട്ടികളൊന്ന് നോക്കിക്കോളൂ. ഈ പോളിമോർഫിസത്തിന് മലയാളം ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഞാൻ കുറെ അലഞ്ഞു, എനിക്ക് കിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഡെഫിനേഷൻ എടുത്തിട്ട് പോന്നു കേട്ടോ. ഞാൻ കാര്യം നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡെഫിനേഷൻ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഒരു വർക്ക് ആയിട്ട് എടുത്തിട്ട് പോളിമോർഫിസത്തിന്റെ ഒരു മലയാളം ഡെഫിനേഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ പോളിമോർഫിസം എന്ന് പറയുന്ന പ്രോസസ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഫിനോമിനയാണ് in which an organism has more than one types of individual and each one is specialized to perform a different vital function. അതായത് ഈ ഒരു ഫിനോമിന എന്താന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് അവരുടെ ബോഡിയിൽ ഒന്നിലധികം സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ ഓരോ സ്ട്രക്ചറുകളും ഓരോരോ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുക, പോളിമോർഫിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയേ ഉള്ളൂ പോളിമോർഫിസം എന്ന് പറയുകയാണെങ്കിൽ. ഒരു ഓർഗാനിസത്തിന് അവരുടെ ബോഡിയിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അവരെല്ലാവരും ഓരോരോ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോ സപ്പോസ് ഇതിപ്പോ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഓർഗാനിസം എന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, യെസ്, ഏതെങ്കിലും ഒരു ഓർഗാനിസം. ഇതില് ഈ പറയുന്നത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കട്ടെ. ഈ പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കട്ടെ. അതാണ് പോളിമോർഫിസം. അതായത് ഒരു ഫിനോമിനയാണ്. ഈ ഒരു ഫിനോമിന എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവരോരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അതിനാണ് പോളിമോർഫിസം എന്ന് പറയുക. ഞാൻ ഇത്തിരി എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൈഡ്രോസോവയിലെ പോളിമോർഫിസം നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഹൈഡ്രോസോവ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. എന്താണ്, ഗ്യാസ്ട്രോസോയിഡിനെ കുറിച്ചും ഗോണോസോയിഡിനെ കുറിച്ചും പഠിച്ചിരുന്നു അല്ലെ? യെസ്, അവര് തന്നെ പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ആണ്. കാരണം ഹൈഡ്രോസോവയില് ഈ പറയുന്ന സ്ട്രക്ചറുകൾ ഒരു കോളനിയിലാണ് ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഗ്യാസ്ട്രോസോയിഡുകൾ അവിടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭക്ഷണത്തിനായിട്ട് ഉള്ള പ്രത്യേകമായിട്ടുള്ള പോളിപ്പായിരുന്നു ഗ്യാസ്ട്രോസോയിഡ് എന്ന് പറയുന്നത്. ഗോണോസോയിഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലെ? യെസ്, അതൊന്ന് ആലോചിച്ച് വെക്കുക. അതുപോലെ അടുത്തത് പറയുന്നതാണ് ഡാക്ടിലോസോയിഡ് നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല. ഇത് പുതിയൊരു വേർഡ് ആണ് നിങ്ങൾക്ക്. ഇതും പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതായത് ഈ കോളനിയെ, അതായത് ഈ പറയുന്ന പോളിപ്പ് മെഡിജ എല്ലാം നിൽക്കുന്ന ഈ കോളനിയെ ഇരപിടിയന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് നിരവധി നെമറ്റോസിസ്റ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്ന പ്രതിരോധ പോളിപ്സ്, അതായത് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള പോളിപ്പുകൾ ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫീഡിങ്ങിനായിട്ടുള്ള പോളിപ്പുകളാണ് ഗ്യാസ്ട്രോസോയിഡ് എന്ന് പറയാം. ഗോണോസോയിഡ് എന്ന് പറയുകയാണെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പോളിപ്പായിരുന്നു. അടുത്ത പോളിപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഡിഫൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ ആര് കൂടുതലുണ്ടാവും? നെമറ്റോസിസ്റ്റുകൾ, അതായത് കുത്തുന്ന സെല്ലുകൾ, സ്റ്റിങ്ങിങ് സെല്ലുകൾ കൂടുതൽ ഉണ്ടായിരിക്കും. ഇതിനൊരു ഉദാഹരണം ഒബീലിയാണ്. ഹൈഡ്രോസോവയുടെ ഉദാഹരണമായിട്ട് ഒബീലിയ തന്നെ പഠിക്കുക. അതുപോലെ ആന്തോസോവയിലെ പോളിമോർഫിസം കൂടി ഞാൻ പറഞ്ഞു തരാം. ആന്തോസോവ ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇവിടെ ഇതുപോലെ പോളിമോർഫിസം എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മെഡുസ ഘട്ടം ഇല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക. പവിഴപ്പുറ്റുകളും കടൽ അനിമോണുകളും ഉൾപ്പെടുന്ന ആന്തോസോവനുകളിൽ മെഡുസ ഘട്ടം ഇല്ല. അതൊന്ന് ഓർത്തിരിക്കുക. ഇവർക്ക് അതിന് പകരം പവിഴ കോളനികൾക്കുള്ളിലെ വിവിധ തരം പോളിപ്പുകളിൽ പോളിമോർഫിസം കാണിക്കുന്നു. ഓക്കെ, പോളിമോർഫിസം ഇവിടെ ഫീഡിംഗ് പോളിപ്സ് ആണ് മെയിൻലി വരുന്നത്. ഫീഡിംഗ് പോളിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇരയെ പിടിച്ചെടുക്കുന്നതിനും കോളനിക്ക് പോഷകങ്ങൾ നൽകുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഫീഡിംഗ് പോളിപ്പുകളാണുള്ളത്. പിന്നെ പ്രത്യുൽപാദനത്തിനായിട്ടുള്ള പോളിപ്സ് ഉണ്ട്. പ്രത്യേകം പേരുകളൊന്നും ഇതിനില്ല. ഇത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഈ പോളിപ്സ് ലൈംഗിക പ്രത്യുൽപാദനത്തിനായിട്ട് ഗ്യാമേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം കാര്യം തന്നെ. പിന്നെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള പോളിപ്പുകളും ഉണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പേരുകളുള്ള പോളിപ്പുകൾ വരുന്നത് എവിടെയാണ്? ഹൈഡ്രോസോവയിലാണ്. അല്ലാത്തടത്ത് പേരുകൾ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കൈഫോസോവയിലും ഈ പറയുന്ന പോളിമോർഫിസം ഉണ്ട്. അത് റീപ്രൊഡക്ഷന്റെ ബേസിസിലാണ് കാണിക്കുക. അതായത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഡിജ ഉണ്ട്. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് പോളിപ്പ് ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് അവിടെ പോളിമോർഫിസം എന്ന് പറയാം. അല്ലാണ്ട് അവിടെ ഇങ്ങനെ പ്രത്യേകം സ്ട്രക്ചറുകൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളത് എന്റെ മുന്നിലത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ ക്ലാസ്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത്. അപ്പൊ കുട്ടികൾ ഒരു കാര്യം ചെയ്യുക, ചാനലിൽ പോവുക, പ്രോപ്പർ ആയിട്ട് ക്ലാസ്സസ് കേൾക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം 5 വീഡിയോസ് ആണ് ഇടുന്നത്. ഒരു ലോങ് വീഡിയോ ഉണ്ടാവും, 4 ഷോർട്സ് വീഡിയോസ് ഉണ്ടാവും. ആ 4 ഷോർട്സ് വീഡിയോസിലും നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വരുന്നത്. അപ്പൊ മാക്സിമം കുട്ടികൾ എന്നും ഷോർട്സ് കാണുക. ആൻസർ നിങ്ങളൊന്ന് തനിയെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. ആൻസർ തനിയെ കമന്റ്
കമന്റ് ബോക്സിൽ ഇടുക. ആൻസർ ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ആൻസർ കണ്ടെത്താൻ മാക്സിമം ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ടീച്ചർ ആശംസിക്കുന്നു. ഓക്കെ ദെൻ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.